ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മുടെ തമ്പനയിൽ കണ്ടാലാണ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന ഇന്നത്തെ ഫുഡും അതേപോലെയാണെങ്കിൽ വീഡിയോ നിർത്തുക ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് കാരണം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഉണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ കുറച്ച് മുട്ടത്തോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടത്തോട് എടുത്ത് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ തീറ്റയിൽ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അത് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മുട്ടത്തോട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് തന്നെയാണ് എടുത്ത് വെച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉപയോഗിച്ച മുട്ടത്തോട് തന്നെ കഴുകി, സാധാരണ ഞാൻ കഴുകാറില്ല. കാരണം എന്താ വെച്ചാൽ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ എന്താ പറയുക നനവെല്ലാം ഉണങ്ങിപ്പോകുമല്ലോ. അതുകൊണ്ട് അപ്പോൾ സ്മെല്ലൊന്നും അടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ കഴുകാറില്ല, ചിലപ്പോൾ കഴുകും. എന്നിട്ട് ഞാൻ ഉണക്കി അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണക്കി വെച്ചതുകൊണ്ട് നമ്മളുടെ ആ ഒരു മുട്ടത്തോട് ഒരു കവർ ഉണ്ടായിരുന്നു. ആ ഒരു കവർ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുട്ടത്തോട് പൊടിച്ച് വെച്ചാൽ ഞാൻ നമ്മളുടെ ഉലുവയും അതേപോലെ നമ്മളുടെ നാരകത്തിൻ്റെ ഇലയും കൂടി ഇട്ടാണ് പൊടിച്ചെടുത്തിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉലുവയും നാരകത്തിൻ്റെ ഇലയൊന്നും ഇടുന്നില്ല. സാധാരണ നമ്മുടെ മുട്ടത്തോട് മാത്രമാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഉലുവയൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ കോഴികളുടെ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഉലുവയും അതുപോലെ നാരകത്തിൻ്റെ ഇലയൊക്കെ അവരുടെ ദഹനത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ മുട്ടത്തോട് പൊടിച്ചെടുക്കുക. അതിനകത്ത് ഉലുവയും നാരകത്തിൻ്റെ ഇല ഇടുന്നില്ല, സാധാരണ നമ്മുടെ മുട്ടത്തോട് തന്നെ പൊടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ മുട്ടത്തോട് മൊത്തം, അതായത് ആദ്യത്തെ ട്രിപ്പ് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തിട്ട് നേരെ നമ്മളുടെ സാധാരണ മുട്ടത്തോട് പൊടിച്ച് പാത്രത്തിൽ വെക്കുമല്ലോ, ആ പാത്രത്തിലേക്ക് നമ്മുടെ മുട്ടത്തോട് പൊടിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പായിട്ട് നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പിനായിട്ടുള്ള കുറച്ച് മുട്ടത്തോട് ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ കൈകൊണ്ട് ചെറുതായിട്ട് ഉടച്ചിട്ട് നമ്മളുടെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് അതായത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മുട്ടത്തോട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇവരുടെ ഈ കാൽസ്യത്തിൻ്റെ കുറവുള്ളവർക്ക്, അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും കാൽസ്യത്തിൻ്റെ കുറവ് മാറാനും, പിന്നെ എന്താ പറയുക നമ്മളുടെ ഇവരുടെ അതായത് ഇവരുടെ തമ്മിൽ അങ്ങോട്ടുള്ള കൊത്തു കൂടാറുണ്ടല്ലോ. അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെനിക്ക് അത്ര ഇത് തോന്നുന്നില്ല, കാൽസ്യത്തിൻ്റെ കുറവ് കാരണമാണ് കൊത്തു കൂടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവരുടെ കാൽസ്യക്കുറവുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചെടുക്കുന്നത്, ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ ആ മുട്ടത്തോട് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ മുട്ടത്തോട് പൊടിച്ച് നമ്മളുടെ സ്റ്റോർ റൂമിൻ്റെ അടുത്തോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം മേടിച്ച, അതായത് നമ്മളുടെ കോഴിത്തീറ്റയും തവിടും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. 7 കിലോ വെച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സേവിങ് ആയിട്ട് വെക്കുവാണ്, 2 മാസത്തേക്കുള്ള സേവിങ് ആയിട്ട് വെക്കുവാണ് ഇവിടെ. അപ്പോൾ നമ്മളുടെ 7 കിലോ തവിടും 7 കിലോ കോഴിത്തീറ്റയും നമ്മുടെ മുട്ടത്തോട് പൊടിച്ചും കൂടെ സേവിങ് ആയിട്ട് കൊണ്ടുവച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം മുട്ടത്തോടെല്ലാം പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ കോഴികളെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വലിയ കോഴികളെല്ലാം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ തലേദിവസത്തെ കുറച്ച് പഴഞ്ചോറ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ ഒന്ന് നല്ലപോലെ ആ ഒരു എന്താ പറയുക ആ ഒരു ചെറിയ കൊഴുപ്പ് പോലത്തെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞിട്ട് ജസ്റ്റ് രണ്ടാമത് വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചിട്ട് ആ വെള്ളത്തോട് തന്നെ ഞാൻ അവർക്ക് മുറ്റത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ നമ്മളെ തുറന്നു വിടുമ്പോഴാണ് ഇവർക്ക് മീനിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പാത്രവും, അതായത് സാധാരണ അതായത് ചോറിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പാത്രമുണ്ട്, മുറ്റത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്കാണ് ഞാൻ ആ ചോറും കൂടെ കൊണ്ട് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനെ തുറന്ന് വിടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ചോറ് ഞാൻ തലേദിവസത്തേക്ക് അധികം വരുവാണെങ്കിൽ ചോറൊക്കെ ഞാൻ സാധാരണ അതായത് ഒത്തിരി വെന്ത ചോറാണെങ്കിലും വേകാത്ത ചോറാണെങ്കിലൊക്കെ ഇവരിങ്ങനെ അഴിച്ചു വിടുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവർക്ക് നെയ്ക്കെട്ടൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴികളൊക്കെ ഇത്രയും വളർന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ കാണിക്കുന്ന വീഡിയോയിലേക്കാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമ്മുടെ കോഴികൾ വളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു 2 മാസം, കൂടിപ്പോൾ ഒരു 2.5 മാസത്തുള്ളിൽ നമ്മുടെ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുന്നതായിരിക്കും. അതായത് എന്താ പറയുക 5 മാസം തൊട്ടായിരിക്കും നമ്മുടെ കോഴികൾ മുട്ടയിട്ട് തുടങ്ങുന്നത്. അത് ചില ബ്രീഡ് അനുസരിച്ചായിരിക്കും, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 5 മാസം ആകാറാകുമ്പോഴത്തേന് ചില ബ്രീഡ് ഉള്ള കോഴികൾ മുട്ടയിട്ട് തുടങ്ങും കേട്ടോ. ചിലതാണെങ്കിൽ അതിൻ്റെ ബ്രീഡ് അനുസരിച്ച്, അതായത് 5.5 മാസം തൊട്ട് 6 മാസം 6.5 മാസം വരെയൊക്കെ എടുക്കും ചിലത് മുട്ടയിട്ട് തുടങ്ങണമെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം, 5 മാസം 5.5 മാസം ആകുമ്പോഴത്തേന് നമ്മുടെ കോഴികൾ മുട്ടയിടുക നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ അഴിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ വേണ്ട ആ ഒരു കുഞ്ഞു കോഴി കണ്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞു കോഴി കൊണ്ട് വളരുന്നില്ല. അപ്പോൾ എന്തായാലും അത് വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിരയ്ക്കൊക്കെ മരുന്ന് കൊടുത്ത്, പിന്നെ അതേപോലെ നമ്മളുടെ ഇപ്പോൾ അഴിച്ചു വിടുന്നുണ്ട്. അത് നല്ലപോലെ വ്യായാമം കിട്ടി നല്ലപോലെ വളർന്നു വരുന്നുണ്ട്. അത് ഏറ്റവും ചെറിയൊരു കോഴിയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, നമ്മൾ മേടിച്ചപ്പം അത് മുട്ട അവസാനം വിരിഞ്ഞാണെന്ന് തോന്നുന്നു, അതായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അത് വളർച്ച തീരെ കുറവായിരുന്നു. ഞാനപ്പോൾ കൊണ്ടുവന്നിട്ടും 1 മാസം കഴിഞ്ഞിട്ടും ഒക്കെ വളർച്ച തീരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിന് വിരയ്ക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ അങ്ങ് അഴിച്ചു വിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ വളർച്ച വരാൻ തുടങ്ങി.
പിന്നെ അതുകൊണ്ട് നമ്മളുടെ തള്ളക്കോഴി, അതായത് നമ്മളുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ മേടിച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തള്ളക്കോഴിയും കൂടെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തള്ളക്കോഴി ഇവരോട് നിന്ന് എന്താ പറയുക, കൊത്തൊന്നും കൂടാതെ ഈ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടായപ്പോഴത്തേന് ഇവിടെ നല്ല മഴ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകിട്ടായപ്പോഴത്തേന് ഒരു ചക്ക ഇടാൻ വേണ്ടി, അതായത് വീട്ടിലേക്ക് ചക്ക ഇടാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മുടെ പറമ്പിലെ തന്നെയാണ്, നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പറമ്പിലെ ചക്ക ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ചക്കയാണെങ്കിൽ ഞാൻ തോട്ടിയിട്ടിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ അരക്കുണ്ട്. അരക്കാണെങ്കിൽ തുടച്ചെടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കയ്യെ മൊത്തം അരക്കാകും കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ചക്കയുടെ ഈ കയ്യിൽ ഒട്ടുന്നതിന് അരക്കെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ അരക്കിന് എന്തോ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് ഞാൻ അരക്കാണെങ്കിൽ പ്ലാവിലിട്ട് തുടച്ചെടുത്തിട്ട് എന്താ പറയുക, അതായത് പ്ലാവിലിട്ട് തുടച്ച് മാറ്റിയില്ലെങ്കിൽ കയ്യിൽ മൊത്തം പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ചക്കയാണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോ നിർത്താൻ പോകുമെന്ന് വെച്ചാൽ, വീഡിയോ നിർത്തുമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ വരെ പോവാണ്. അപ്പോൾ ഓഫീസ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി 2 മാസത്തേക്ക് ഇനിയും ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ഒന്നുമില്ല, നമ്മുടെ ഡ്രസ്സ് മാത്രമാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എന്താ പറയുക, നമ്മുടെ കോഴികളുടെ വീഡിയോ ഒക്കെ ഞാൻ വോയിസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അതേപോലെ ആണെങ്കിൽ പിന്നെ നമ്മുടെ ബാംഗ്ലൂരെ കുറച്ച് വിശേഷങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ വൈകിട്ടാണ്, ട്രെയിനിൻ്റെ സമയം വൈകിട്ടാണ്, 7 മണിക്കാണ് ട്രെയിനിൻ്റെ സമയം. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിൻ നോക്കിയിരിക്കണം. അപ്പം ആ സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ രാവിലെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫുള്ള് ട്രാഫിക്കാണ്. അപ്പോൾ ഞാൻ ഓല വിളിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഓല വിളിക്കുക വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ആപ്പ് ഉണ്ട്, അതിനകത്തിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ അഡ്രസ്സ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഓല വരും, അല്ലെങ്കിൽ റാപ്പിഡോ ബുക്ക് ചെയ്തെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്കാളും വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. ബൈ.